ഇന്നത്തെ റെസിപ്പിയെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് ഇന്നത്തെ അവസ്ഥയെക്കുറിച്ച് ആദ്യം പറയാം. ചെറിയൊരു പനിയൊക്കെ വന്ന് കുറച്ച് കോൾഡൊക്കെ പിടിച്ചിട്ടിരിക്കുന്ന സമയത്ത് എന്നോട് കഴിക്കരുത് എന്ന് പറയുന്ന ഐസ്ക്രീം കഴിക്കാൻ തോന്നുന്നതും അതുപോലെ തന്നെ എരിവുള്ളത് തുടരുത് എന്ന് പറയുമ്പോൾ എരിവുള്ളത് കഴിക്കാൻ തോന്നുന്നതായ പ്രത്യേകതരം അവസ്ഥയൊക്കെ നിങ്ങൾക്കും ഇങ്ങനെയൊക്കെ തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നേ. എന്തായാലും എനിക്ക് നല്ല എരിവുള്ള എന്തെങ്കിലും കഴിക്കാൻ തോന്നി. അപ്പോൾ വീട്ടിൽ നോക്കിയപ്പോൾ കുറച്ച് ചേമ്പ് വാങ്ങിയതിരിക്കുന്നുണ്ട്. ഇത് വെച്ചിട്ട് എന്ത് ചെയ്യും, ഇതിനെങ്ങനെ സ്പൈസി ആക്കി മാറ്റാമെന്ന് വെച്ചിട്ട് ചേമ്പിനെ ആദ്യം നന്നായിട്ട് വേവിച്ച് അതിൻ്റെ തോല് കളഞ്ഞതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് കുറച്ച് കാശ്മീരി മുളക് പൊടി, എരിവുള്ള മുളക് പൊടി, ഉപ്പ്, കുറച്ച് പെരിഞ്ജീരകത്തിൻ്റെ പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ഗരം മസാല ഇത്രയും ചേർത്ത് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം വേവിച്ചെടുത്തിട്ടുള്ള ചേമ്പിനെ ഇതുപോലെ 2 കഷ്ണമാക്കി അങ്ങോട്ട് ഇട്ട് കൊടുത്തു. ഓക്കെ, ചേമ്പാണ്, എന്ത് സംഭവിക്കുമെന്ന് അറിയില്ല, പക്ഷേ സംഗതി ടേസ്റ്റി ആയിരിക്കും എന്നൊക്കെ ഒരു തോന്നലുണ്ട്. ഇത് നിങ്ങൾക്ക് പല രീതിയിൽ നിങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ടാകും. അതായത് നോൺ വെജ് യൂസ് ചെയ്യുന്നവർക്ക് ഇതിന് ചേമ്പിന് പകരം നോൺ വെജ് ഒക്കെ യൂസ് ചെയ്യാം. ഞാൻ എന്തായാലും ചേമ്പിനെ ഒരു വഴിക്ക് എത്തിക്കാൻ തീരുമാനിച്ചിട്ട് ഒരു പാൻ വെച്ച് ചൂടായപ്പോൾ അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്ത് നമ്മുടെ ഈ മസാല കൂട്ടുകളിലൊക്കെ കുളിപ്പിച്ച് കിടത്തിയിട്ടുള്ള ചേമ്പിനെ ഇതിലോട്ടിട്ട് വറുത്തെടുത്തു. ഓക്കെ, ചേമ്പ് വറുത്ത് വരുമ്പോൾ അല്ലെങ്കിൽ ചേമ്പിൻ്റെ ആ ഒരു എരിവ് ടേസ്റ്റ് എല്ലാവർക്കും അറിയാവുന്നതാണ്. നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ചേമ്പ് ദാ ഇതുപോലെ വറുത്തെടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ആ ഒരു വഴുവഴുപ്പൊക്കെ മാറി ഏകദേശം നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. ആ മസാലയുടെ മണമൊക്കെ കൂടി നല്ല രസമുണ്ട്. ഇപ്പം തന്നെ കഴിക്കാൻ രസമാണ്, പക്ഷേ അങ്ങനെയൊന്നും ഞാൻ വിട്ടുകൊടുക്കില്ലല്ലോ, എനിക്കിത് പോരാ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ നോൺ വെജ് വെച്ച് പലതരം നിർവ്വാണ റെസിപ്പീസ് ഞാൻ കാണുന്നത്. അപ്പോൾ നോൺ വെജ് ഉണ്ടാക്കാത്തത് കാരണം ഞാൻ എന്ത് ചെയ്തു, നമ്മുടെ ഈ ഒരു ചേമ്പ് ഫ്രൈയെ വാഴയിലയുടെ മേലെ ഇങ്ങനെ നിരത്തി കൊടുത്തു. എന്നിട്ട് ഞാൻ വിട്ടുകൊടുത്തില്ല. ഞാൻ എന്ത് ചെയ്തെന്നറിയോ, ഇതിൻ്റെ മേലേക്ക് കുറച്ച് ഇഞ്ചി ചെറുതായി അരിഞ്ഞത് ഇങ്ങനെ ഇട്ട് കൊടുത്തു കേട്ടോ. ഇനി ഇഞ്ചി കഴിഞ്ഞാൽ അടുത്ത് ചേർക്കേണ്ടത് എന്താണെന്നറിയോ, പച്ചമുളക്. നല്ല അത്യാവശ്യം എരിവുള്ള പച്ചമുളക് ആയതുകൊണ്ട് ഞാൻ 2 എടുത്തുള്ളൂ. പിന്നെ മാങ്ങ, പച്ചമാങ്ങ ചെറുതായി അരിഞ്ഞത് ഇതിൻ്റെ മേലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് എന്താണെന്നറിയോ, നല്ല കുറുകിയ തേങ്ങാപ്പാൽ. ഇപ്പോൾ ഏറെക്കുറെ നിങ്ങൾക്ക് ടേസ്റ്റും ആ ഒരു റെസിപ്പിയൊക്കെ മനസ്സിലായിട്ടുണ്ടാവും. കുറച്ച് കറിവേപ്പില കൂടെ ഇതിലേക്ക് ഇട്ടുക, കുറച്ചല്ല കുറച്ചധികം, നന്നായി മണക്കട്ടെ. അപ്പോൾ ഇത്രയും ചെയ്തതിന് ശേഷം ചെറിയ തീയിൽ വെച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഇതിൻ്റെ മേലേക്ക് വീണ്ടും ഞാൻ വിട്ടുകൊടുക്കുന്നില്ല, മുളക് പൊടിയുണ്ട്, കാശ്മീരി മുളക് പൊടിയുണ്ട്, പച്ചമുളകുണ്ട്, പിന്നെ കുറച്ച് കുരുമുളകും കൂടി ഇതിൻ്റെ മേലേക്ക് ഇട്ട് കൊടുത്തു. കുറുകിയ തേങ്ങാപ്പാൽ വീണ്ടും ഒഴിച്ചു കൊടുക്കുക. എന്തിനാണെന്നറിയോ, ഈ തേങ്ങാപ്പാൽ കിടന്നിട്ട് ഇതൊന്ന് വേകട്ടെ. നമുക്ക് അടച്ച് വയ്ക്കാം. അടച്ച് വെച്ചതിന് ശേഷം ഇതൊന്ന് ചെറിയ തീയിലൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ കാര്യം പിടികിട്ടിയല്ലോ, നമ്മളിന്ന് നല്ലൊരു ചേമ്പ് നിർവ്വാണം അല്ലേ, നമുക്ക് അറബി നിർവ്വാണം എന്നൊക്കെ നമുക്ക് ഭയങ്കര രസകരമായിട്ട് ഒരു മോഡേൺ സ്റ്റൈലിൽ പറയാം. ഓക്കെ, അറബി നിർവ്വാണം തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ അത് നന്നായിട്ട് ഇതിനെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കൊടുക്കുക. അതായത് ആ മസാല, ഈ ഫ്രൈ ആയ മസാല, പിന്നെ ചേർത്ത മസാല, പച്ചമുളക്, ഇഞ്ചി, മാങ്ങ, അതായത് മാങ്ങയൊക്കെ ചേർക്കുമ്പോൾ ഇതിനകത്തൊരു പുളിരസവും മാങ്ങ ഇടയ്ക്കെടുത്ത് കടിക്കുമ്പോഴുള്ള ടേസ്റ്റ് അന്യായ ടേസ്റ്റ്. എന്നിട്ടും കളറ് പോരാന്നും പറഞ്ഞ് ഞാൻ കുറച്ചുകൂടി കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുത്തു. കിട്ടില്ല ടേസ്റ്റാണ്. ഉപ്പ് കുറച്ച് കുറവായിരുന്നേ, ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തു. ഇനി നമുക്ക് നല്ല ചൂട് ചോറും വേണമെങ്കിൽ കുറച്ച് തൈരും, ഇല്ലെങ്കിൽ ഇത് മാത്രം മതി. ഇങ്ങനെ കൂട്ടിക്കുഴച്ച് കഴിക്കാൻ നല്ല രസമാണ്. അപ്പോൾ ചേമ്പ് വേണം നിർബന്ധമൊന്നുമില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനം വെച്ചിട്ട് ഇതുപോലെ തയ്യാറാക്കിയെടുക്കാം. ഈ ഒരു പ്രിപ്പറേഷൻ്റെ, അതായത് തേങ്ങാപ്പാലിൽ ഇങ്ങനെ കുറുകി വരുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റിന് ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയുകയൊന്നും വേണ്ടല്ലോ. കുറച്ച് നേരം ഇതിനെ ഇങ്ങനെ അടച്ച് വെച്ച് ഞാനിതിനെ മാക്സിമം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് അത്യാവശ്യം അവർ സെറ്റായിട്ടുണ്ട്. അതായത് നമ്മുടെ ചേമ്പും മസാലയൊക്കെ ആയിട്ട് ഒന്ന് സെറ്റായിട്ടുണ്ട്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക, അറബി നിർവ്വാണം.